ഭാസ്കരചന്ദ്രൻ ടച്ച് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചാനലിൽ നമ്മൾ ഇതിനകം 2 സെഗ്മെൻറ്റുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒന്ന് VIP ലെറ്റേഴ്സ്, മറ്റൊന്ന് ഇൻ്റർവെൽ സിനിമകളെ കുറിച്ച് പറയാൻ മാത്രമായിട്ട് ആണ് നമ്മൾ തുടങ്ങിയത്. ഞാൻ പുതിയൊരു സെഗ്മെൻറ്റ് കൂടി തുടങ്ങുകയാണ്. ആ സെഗ്മെൻറ്റിൻ്റെ ടൈറ്റിൽ ഈ എന്നാണ്. ഒരു സെഗ്മെൻറ്റിന് ഈ എന്ന് പേരിടുമ്പോൾ അതിൽ പല സാധ്യതകളുണ്ട്. ഒട്ടേറെ വിഷയങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഈ പുസ്തകം, ഈ നേതാവ്, ഈ ഡയലോഗ്, ഈ സംഭവം, ഈ സിനിമ, അങ്ങനെ ഈ ചേർത്ത് നമുക്ക് ഒരുപാടേറെ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു സാധ്യത. ഞാൻ ഇന്ന് അത് തുടങ്ങി വയ്ക്കുകയാണ്. നമുക്ക് ഈ സിനിമയോടുകൂടി അതൊന്ന് തുടങ്ങി വയ്ക്കാം. ഞാൻ ഈ സിനിമയായി തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഏറ്റവും പുതിയ സെൻസേഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ദൃശ്യം 3 ആണ്. ദൃശ്യം ഇറങ്ങി 3ാമത്തെ ദിവസമാണ് തിരുവനന്തപുരത്തെ ലുലു മാളിൽ ഞാൻ ഈ സിനിമ കണ്ടത്. അതിനകം ഒട്ടേറെ റിവ്യൂസ് സോഷ്യൽ മീഡിയാസിൽ വന്നു കഴിഞ്ഞിരുന്നു. സിനിമ പൊതുവെ ആളുകളുടെ ഇടയിൽ വളരെ ത്രില്ലുണ്ടാക്കിയ ഒരു അനുഭവമായിരുന്നു. എങ്കിലും ചില വിയോജനക്കുറിപ്പുകളും പറഞ്ഞു. ഈ സിനിമ കണ്ട 99% പേരും എന്ന് തന്നെ പറയാം. സിനിമ കണ്ടല്ല, സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറഞ്ഞ 99% പേരും, 1% ഞാൻ ഒഴിവാക്കുന്നത് അവർ അതിനെ തൊട്ടില്ല എന്നതുകൊണ്ടാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് തൃപ്തികരമല്ല. ഇതിൻ്റെ സെക്കൻഡ് ഹാഫാണ് അടിപൊളി എന്നാണ് പറഞ്ഞിരുന്നത്. ഒരു പ്രശസ്ത ചാനലിലെ ചങ്ങായി പറഞ്ഞത്, കുറച്ചുകൂടെ കടത്തി പറഞ്ഞത്, നിങ്ങൾ ഫസ്റ്റ് ഹാഫ് പോയി കാണണമെന്നില്ല, സിനിമ കാണാൻ പോകുന്നൊരു സെക്കൻഡ് ഹാഫ് മുതൽ കണ്ടാൽ മതി, ഇൻ്റർവെലിന് ശേഷം പോയാൽ മതി സിനിമ കാണാൻ. ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫാണ് സിനിമ. അത് കഴിഞ്ഞ് ഇവൻസാണ്. ഈ സിനിമ എന്ന ഫോമിനെ നമ്മൾ അപഗ്രഹിക്കുമ്പോൾ, അതിനെ അക്കാഡമിക്കായിട്ട് നോക്കിക്കാണുമ്പോൾ, ഈ ഇവൻസ്, സംഭവങ്ങൾ ഇങ്ങനെ ഇടതൂർന്ന് വന്നു കഴിഞ്ഞാൽ സിനിമ താഴോട്ട് പോകും. അധികം സംഭവങ്ങളൊന്നും ഇല്ലാതെ മനസ്സിൻ്റെ തലത്തിൽ സിനിമ നിൽക്കുമ്പോഴാണ് അത് സിനിമയാകുന്നത്. ആ അർത്ഥത്തിൽ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്നെ അത്ഭുതപ്പെടുത്തും വിധം ഡയറക്ടോറിയൽ ക്രാഫ്റ്റുള്ള ഒരു സിനിമയാണ്. അതായത് ഞാൻ ഈ സിനിമ വീണ്ടും കാണുകയാണെങ്കിൽ, ഞാൻ ഈ സിനിമ വീണ്ടും കാണും, ഉറപ്പാണ്. ഞാനൊന്ന് കടത്തി പറയുകയാണ്, ഞാൻ ഇതിൻ്റെ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോരും. കാര്യം ഇൻ്റർവെലേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഇൻ്റർവെലേഷൻ സിനിമ ഞാൻ കണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് വീണ്ടും കാണാൻ എനിക്കൊരു ആവേശമില്ല. പക്ഷേ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഞാൻ ഒരു 4-5 തവണ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ പോയി തന്നെ കാണും, പിന്നെ ഈ OTTയിൽ വരുമ്പോഴും കാണാമല്ലോ. അവിടെ അത്ഭുതകരമായൊരു സിനിമ ഉണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഈ CBI ഡയറി കുറിപ്പിന്റെ തുടർച്ച പോലൊരു സിനിമ അല്ല ദൃശ്യം. CBI സേതുരാമയ്യർക്ക് വയസ്സാവുന്നില്ലല്ലോ. 40-40 വർഷം മുമ്പുള്ള അതേ സേതുരാമയ്യരെ വരുന്നത്. ഇവിടെ ജോർജ് കുട്ടി ഏജ്ഡ് ആവുകയാണ്. അയാളുടെ ജീവിത സന്ദർഭങ്ങളിൽ ഒരുപാട് മാറ്റമുണ്ട്. നമ്മൾ ഒരു വയസ്സാവും തോറും അയാൾക്ക് ധൈര്യം കുറയുന്നുണ്ട്. മക്കളൊക്കെ പ്രായമായി, മൂത്ത മോളെ കല്യാണം കഴിച്ച് വിടാറായി, രണ്ടാമത്തെ മോള് വിദേശത്ത് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജീവിത സാഹചര്യങ്ങൾ, മാറിയ ജീവിത സാഹചര്യത്തിൽ ഭയം എന്ന ഒരു വികാരം അയാളുടെ മനസ്സിന്റെ പിറകിൽ എവിടെയോ കിടക്കുന്നുണ്ട്. വേറൊരു പ്രത്യേകതയുള്ളത്, ഇയാൾക്കിപ്പോൾ പ്രകടമായൊരു എതിർ ടീമില്ല. ഈ സിനിമയുടെ ഒരു പകുതി കഴിയുന്നതോളവും അയാൾക്കൊരു എതിർ ടീമില്ല. അയാൾക്ക് ആരോടും ഫൈറ്റ് ചെയ്യാനില്ല. അപ്പോൾ ആ മനസ്സിന്റെ തലത്തിലെ സംഘർഷവും അതിൻ്റെ സൂക്ഷ്മമായ ആവിഷ്കരണവുമാണ് ദൃശ്യം 3യുടെ ആദ്യ ഭാഗം. ഈ ജിത്തു ജോസഫ് ഒരു ചെറിയ മീനൊന്നുമല്ല കേട്ടോ. അത് വ്യക്തമാൻ ഈ ദൃശ്യം 3യുടെ ഇന്റർവെൽ വരെ കണ്ടാൽ മതി. അയാളിലെ സൂക്ഷ്മമായ ഭയ പ്രപഞ്ചം ജോർജ് കുട്ടിയെ
ഒന്നുകിൽ ജീവിപ്പിക്കുകയോ അല്ലെങ്കിൽ ജീവിക്കാൻ തടയുകയോ ചെയ്യുന്ന ഒരു ഭയം അതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. അയാൾ ആബ്സെന്റ് മൈൻഡഡ് ആവുന്നുണ്ട്, വാഷ് ബേസിനിൽ തുപ്പുന്നതിന് പകരം പുറത്തോട്ട് തുപ്പുന്നുണ്ട്. അങ്ങനെയൊക്കെ ബിൽഡപ്പ് ചെയ്ത ഒരു പോർഷനാണ് ദൃശ്യം 3യുടെ ഫസ്റ്റ് ഹാഫ്. ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ അത്യുജ്വലമായ ഒരു സിനിമാ പോർഷനാണത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യുനാനിമസായി തന്നെ, ഏകകണ്ഠമായി തന്നെ ഒരു അഭിപ്രായം വന്നത് ദൃശ്യം 1, 2, 3 ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും മികച്ച സിനിമ ഒന്നാമത്തെ സിനിമയും, അത് കഴിഞ്ഞ് രണ്ടാമതും, അത് കഴിഞ്ഞ് മൂന്നാമതും എന്നാണ്. അതും ഏതാണ്ട് ഒരു ഏകകണ്ഠമായ ഒരു അഭിപ്രായമായി രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ. ഇതിലെ ദി ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതിലെ രണ്ടാമാണ്, ദൃശ്യം 2 ആണ്. അത്ഭുതകരമായ ഒരു സിനിമയാണ് ദൃശ്യം 2. ദൃശ്യം 1ൽ നമുക്ക് ഒരുപാട് ത്രില്ല് തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ശ്വാസം കൊണ്ടൊക്കെ പിടിച്ചിരുന്നത് കാണും. അതുകൊണ്ടാണ് അത് മികച്ചതാണെന്ന് തോന്നുന്നത്. രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ അത്രയും ത്രില്ലിങ് ഇവൻസ് ഇല്ല, പക്ഷെ നമ്മളെ പിടിച്ചിരുത്തുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ആ സിനിമയുടെ ക്ലൈമാക്സ് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. സുരേഷ് മുരളി ഗോപി അവതരിപ്പിച്ച IG കഥാപാത്രം പശ്ചാത്തലത്തിൽ അയാൾ സംസാരിക്കുന്നത് ഞാൻ വേറൊന്ന് കേൾക്കാം. ഒരു ലോങ് ഷോട്ടാണ്. ജോർജ് കുട്ടി നടന്നകലുകയാണ്. നമ്മൾ അയാളെ അല്ല, അയാൾ നമ്മളെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തെറ്റിദ്ധാരണ നമ്മൾ അയാളെ അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ല, അയാൾ നമ്മളെയാണ് നിരീക്ഷിക്കുന്നത്. ഇത് വലിയ ഒരു ജീവിത തത്വമാണ്. ഈ കുറ്റവും കൊലയും ഒക്കെ മാറ്റിവെക്കുക. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പലരെയും നിരീക്ഷിക്കുന്നുണ്ട്. അത് അയാളൊരു കുറ്റം ചെയ്തു എന്നതിൻ്റെ പേരിൽ അതിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നിരീക്ഷണമാണെന്നില്ല. അയാളുടെ ക്യാരക്ടർ ഒന്ന് മനസ്സിലാക്കാൻ, അല്ല അയാളുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അയാളിൽ നിന്ന് തന്നെ ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു, അത് സ്വീകരിക്കണോ വേണ്ടതെന്ന് അറിയാൻ അയാളെ ഒന്ന് നിരീക്ഷണത്തിൽ വയ്ക്കും. അയൽപക്കത്തൊരു പുതിയ താമസക്കാരൻ വരുന്നു, അയാൾ എങ്ങനെയാണെന്ന് അറിയാൻ അയാളെ ഒന്ന് നിരീക്ഷിക്കും. അങ്ങനെ ഈ നിരീക്ഷണം എന്ന് പറയുന്നത് ഒരു മനുഷ്യ സ്വഭാവമാണ്. പക്ഷെ നമുക്കറിയാം നമ്മൾ ആരെയൊക്കെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെ ആരൊക്കെ നിരീക്ഷിക്കുന്നു നമുക്കറിയാമോ? നമ്മളെ ആരെല്ലാമോ നിരീക്ഷിക്കുന്നുണ്ട്. ഓരോരോ കാര്യത്തിന് വേണ്ടി നമ്മുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ, നമ്മുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാൻ, നമ്മളെന്താ ഇങ്ങനെ ഒരു മൂഡൌട്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു കഥ പറഞ്ഞ് ഒരു ആശയ ലോകത്തിലേക്ക് കയറുക എന്നതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ സിനിമയുടെ ക്ലൈമാക്സ് 2 തരം ക്ലൈമാക്സുകളുണ്ട്. ഒന്ന് ഇവന്റ് ക്ലൈമാക്സ്, ഒരു സംഭവത്തിൽ വന്ന് സിനിമ അവസാനിക്കും. 2 തീം ക്ലൈമാക്സ്, അതായത് ആ കഥയിൽ നിന്ന് ഉരുവായ ആശയലോകത്തിൽ അടിവരയിട്ടുകൊണ്ടുള്ള ഒരു ക്ലൈമാക്സ്. ഈ ആശയലോകത്തിൽ അടിവരയിട്ടുകൊണ്ടുള്ള തീം ക്ലൈമാക്സ് ആണ് അക്കാഡമിക് വാല്യൂ ഉള്ളതായി കണക്കാക്കപ്പെടുന്നത്. അതിനെ അക്കാഡമിക് വാല്യൂ ഉള്ളൂ. ഈവന്റ് ക്ലൈമാക്സിന് അക്കാഡമിക് വാല്യൂ ഇല്ല. ഇപ്പൊ മലയാളത്തിൽ എടുത്താൽ ഒരു ഡയറക്ടറുടെ 2 സിനിമ ഞാൻ പറയാം. ഇപ്പൊ പ്രിയദർശന്റെ കിലുക്കം ഈവന്റ് ക്ലൈമാക്സ് ആണ്. നമ്മൾ പോകുന്നു വിചാരിച്ചിരുന്നു, അവള് തിരിച്ചു അവന്റെ ജീവിതത്തിലേക്ക് വരുന്നു, അവിടെ സിനിമ അവസാനിക്കുകയാണ്. എന്നാൽ പ്രിയദർശന്റെ ചിത്രം തീം ക്ലൈമാക്സ് ആണ്. അതിലെ തീം ക്ലൈമാക്സ് എന്താണെന്ന് എവിടെ തുടങ്ങുമെന്ന് ചോദിച്ചാൽ, ആ ജയിലറോട് അയാൾ ചോദിക്കുകയാണ്, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളാണ്, ജയിലിൽ നിന്ന് ചാടി വന്ന ആളാണ്. അയാളെ കൊണ്ടുപോയാൽ തൂക്കിക്കൊല്ലും. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ജീവിക്കാൻ ഇപ്പോഴൊരാഗ്രഹം തോന്നുന്നു. ആ ഒറ്റ ഡയലോഗിൽ നിന്നാണ് ആ സിനിമയുടെ ആശയലോകം ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ആശയലോകം എന്ന് പറയുന്ന ആ കഥയിൽ നിന്ന് വേർപെടുത്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരുമ്പോൾ അവിടെയും പ്രസക്തമാണെങ്കിൽ അതൊരാശയലോകമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. മരിച്ചു പോകുന്ന എല്ലാവരും, അതിപ്പോൾ തൂക്കിക്കൊല്ലപ്പെടാൻ മാത്രമല്ല, അസുഖമായ ആശുപത്രി കിടന്ന് മരിക്കുന്നവരും, രോഗക്കിടക്കെ കിടന്ന് മരിക്കുന്നവരും, യൗവനത്തിൽ മരിക്കുന്നവരും, വാർദ്ധക്യത്തിൽ മരിക്കുന്നവരും എല്ലാം വെച്ച് അവസാനിപ്പിച്ചിട്ടാണോ മരിക്കുന്നത്? അല്ല. മരിക്കുമ്പോഴും ജീവിക്കാനുള്ള എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. അതാണ് ജീവിക്കാൻ ഇപ്പോഴൊരാഗ്രഹം തോന്നുന്നു എന്ന് പറയുന്നത്. നമ്മൾ വളരെ നിരാശാഭരിതരായി ജീവിതം മടുത്ത് ഇനി അങ്ങ് മരിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചതിന് ശേഷവും ജീവിതത്തിന്റെ സൗന്ദര്യം നമ്മളെ ധരിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ നമുക്കുണ്ടാവും. അതൊരു വലിയ ജീവിത തത്വമാണ്. ഒരിക്കലും ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റില്ല.
അപ്പൊ ആ ആശയലോകത്തിൽ അടിവരയിട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നതുകൊണ്ട് ചിത്രം തീം ക്ലൈമാക്സ് ആണ്. ഇപ്പൊ കിരീടം തീം ക്ലൈമാക്സ് ആണ്. കിരീടത്തിൽ ചന്തയെ കിടന്ന് അടിച്ച് അയാൾ ചത്ത് അയാള് കുനിഞ്ഞിരുന്ന് കരയുന്നിടത്ത് ഒന്ന് പോലീസ് അയാളെ ഏറ്റെടുക്കുന്നിടത്ത് അവസാനിപ്പിച്ചാൽ അത് ഇവന്റ് ക്ലൈമാക്സ് ആണ്. പക്ഷെ അത് അവിടെ നിന്നും മുന്നോട്ട് പോയി SI ആകാൻ ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരൻ അവന്റെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലെ KD ലിസ്റ്റിൽ വരുന്ന ഒരു വിഷ്വൽ ചെന്ന് അവസാനിക്കുമ്പോൾ സമൂഹം ഒരു ക്രിമിനലിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന ആശയലോകമാണ് അത് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. ഇറ്റ്സ് എ തീം ക്ലൈമാക്സ്. അതുകൊണ്ടാണ് അതിന് അക്കാഡമിക് വാല്യൂ ഉണ്ടാവുന്നത്. ഇപ്പൊ പിന്നെ ദൃശ്യം ഫ്രാഞ്ചൈസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തതും മൂന്നാമത്തതും ഇവന്റ് ക്ലൈമാക്സ് ആണ്, രണ്ടാമത്തതാണ് തീം ക്ലൈമാക്സ്. അതുകൊണ്ടാണ് ഞാൻ ആ സിനിമയാണ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. തീം ക്ലൈമാക്സ് ഉള്ള സിനിമയ്ക്ക് അക്കാഡമിക് വാല്യൂ ഉണ്ടാവും. മറ്റേതൊരു ത്രില്ലടിപ്പിച്ചങ്ങ് നിൽക്കുകയാണ്. ഇതങ്ങനെയല്ല. ഇത് ആ കഥ പറഞ്ഞ ഇതിൽ നിന്ന് കടഞ്ഞെടുത്ത ആശയത്തിന് കൂടി അടിവരയിട്ടുകൊണ്ട് ആ സിനിമ അവസാനിക്കുകയാണ്. ആ സിനിമ ഒട്ടനീളം അത്ഭുതകരമായ ക്രാഫ്റ്റാണ്. ആ ക്രാഫ്റ്റിന്റെ ഒരു സംസ്കാരം മൂന്നിൽ വന്നിരിക്കുന്നത് ഇന്റർവെൽ വരെയാണ്. ഇന്റർവെലിന് ശേഷം കുറച്ച് സംഭവങ്ങൾ അത് അങ്ങനെ വന്നു പോകും, അത് ഒഴിവാക്കാനും നോക്കൂല. എങ്കിലും ഈ ഇന്റർവെൽ ആ സിനിമയുടെ ക്ലൈമാക്സിൽ സംഭവങ്ങൾ കുറച്ച് ക്രൗഡഡാണ്. അത്രയും ക്രൗഡ് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു കാര്യം, ഈ സഹദേവൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞ സ്പോയിലർ ആവുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സിനിമ ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞല്ലോ. അപ്പം ചില കാര്യങ്ങൾ പറഞ്ഞോളാം. അപ്പൊ സഹദേവൻ എൻ്റർ ചെയ്യുന്നിടത്ത് അയാളെ വീട്ടുപറമ്പിൽ ഇരുട്ടത്ത് എൻ്റർ ചെയ്യുന്നിടത്താണ് സിനിമയുടെ ഇന്റർവെൽ വരുന്നത്. ഒരു നല്ല ഇന്റർവെൽ പഞ്ചാണ്. പക്ഷേ ആ സാധനം ഒരു 10 മിനിറ്റ് മുന്നേ വരാമായിരുന്നു. കാരണം തുടർന്ന് ഒരു നല്ല ഇന്റർവെൽ പഞ്ചുണ്ട്. കാര്യം അവന്റെ കൂടെ സിനിമാ മോഹമായിട്ട് നിൽക്കുന്ന അയാളുടെ ഒരു ടേൺ കോട്ട് ഉണ്ടല്ലോ. അയാൾ നമ്മൾ വിചാരിച്ചിരുന്ന ആളല്ല, നമ്മൾ വിചാരിച്ചിരുന്ന പോലുള്ള ഒരു മനസ്സല്ല ഇപ്പോൾ അയാൾ പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ആ ഭാഗവും ഒരു നല്ല പഞ്ചാണ്. അപ്പൊ അതും കൂടെ അവിടെ ഇന്റർവൽ പഞ്ചിട്ടിരുന്നെങ്കിൽ ഈ രണ്ടാം ഭാഗത്തിൽ കുറച്ചുകൂടി സ്പേസ് അതിന്റെ സംവിധാനം കിട്ടുകയും ഈ ക്രൗഡഡ് എന്നുള്ള ഫീൽ ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവിടെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നതാണ്. ഞാൻ സംവിധാനക്കാരി കറക്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ഇതിലൊരു വലിയ തീം, സിനിമ അവസാനിക്കുന്നിടമല്ലെങ്കിലും ഒരു വലിയ തീം പിന്നെ ജിത്തു ജോസഫ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ മീനല്ല. ഈ നമ്മൾ ലോകം മുഴുവൻ ദൃശ്യം കണ്ട ലോകം മുഴുവൻ പറഞ്ഞില്ലേ അയാളെ ന്യായീകരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? അയാളുടെ കുടുംബത്തിന് വേണ്ടിയാണ് അത് ചെയ്തത്. അയാളുടെ ഭാര്യ, 2 മക്കൾ, ആ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ആ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അയാൾ അത് ചെയ്തതിൽ തെറ്റില്ല എന്നാണ് ലോകം മുഴുവൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഒരു ക്രിമിനലിനെയാണ് കൊന്നത്. അയാൾ ജോർജ് കുട്ടി കൊന്നിട്ടുമില്ല. ഒരു ആർച്ച് ക്രിമിനലാണെന്ന് അവനെ എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം അവനെ ഒരു അടിക്കുകയാണ് ചെയ്യുന്നത്. അവനെ കൊല്ലാൻ വേണ്ടി അടിക്കുന്നൊന്നുമില്ല ആ പെൺകുട്ടി. ലോകത്തെ ഏത് പെൺകുട്ടിയും അവൻ പറഞ്ഞതുപോലെ ഒരു ഡയലോഗ് പറഞ്ഞാൽ അടി കൊടുത്തിരിക്കും. കാര്യം മോളില്ലെങ്കിൽ തള്ളയും മതി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ വീണ്ടും മരിച്ചു പോകുന്നു. അപ്പോൾ ഈ കുടുംബം എന്നുള്ള തീം വെച്ചിട്ടാണ് നമ്മൾ ജോർജ് കുട്ടിയെ ന്യായീകരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ ചോദിക്കുന്നത് എന്ത്, ജോർജ് കുട്ടിക്ക് മാത്രമേ കുടുംബം, ലോകത്ത് വേറെ ആർക്കും കുടുംബമൊന്നുമില്ല. ഈ മലയാളികളുടെ ഇടയിൽ ഇന്നിപ്പോൾ മലയാളികളുടെ ഇടയിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ജോർജ് കുട്ടി, കഥാപാത്രമാണെങ്കിലും. അയാൾക്ക് മാത്രമേ കുടുംബമുള്ളൂ. സഹദേവനൊരു കുടുംബമില്ലേ, സഹദേവന്റെ ജോലി പോയില്ലേ. സഹദേവൻ ഇപ്പം എന്താ വണ്ടി കച്ചവടമൊക്കെ നടത്തി വളരെ കഷ്ടപ്പെട്ടാണ് അയാൾ ജീവിക്കുന്നത്. പിന്നെ മറ്റേ ആളെ ജോർജ് കുട്ടി ചതിക്കുകയില്ലേ ചെയ്ത്, പിന്നെ ലാബിൽ അതിന്റെ വാച്ച്മാനെ അവനെ ചതിച്ചിട്ടാണല്ലോ അസ്ഥി എടുക്കുന്നത്. അവൻ ചോദിക്കുന്നുണ്ട്, അവന്റെ ഭാര്യ അവന് ചേർന്ന് ചോദിക്കുന്നുണ്ട്, ഇതോടെ തനിക്ക് ഞങ്ങൾക്കൊന്നും കുടുംബമില്ലേ. അവന്റെ ജോലി പോയി, കുടുംബം പട്ടിണിയിലായി. അവിടെ വെച്ച് ജോർജ് കുട്ടിക്കും ഒരു അവബോധം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഇവനോട് കാണിക്കേണ്ട ഒരു നന്ദി കാണിച്ചിട്ടില്ല എന്നൊരു കുറ്റബോധം ജോർജ് കുട്ടിയിലും ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ പ്രമേയം ഒരുപാട് അങ്ങ് അടിവര ഇടാത്തത്, അങ്ങനെ അടിവര ഇട്ട് കഴിഞ്ഞാൽ ജോർജ് കുട്ടി അങ്ങ് താഴെ പോകും. ജോർജ് കുട്ടി വളരെ താഴോട്ട് പോകും. താഴോട്ട് പോയി കഴിഞ്ഞാൽ സിനിമയ്ക്ക് പിന്നെ പിടിച്ചിരിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് ഒന്ന് കാഷ്വലായിട്ടൊന്ന് പറഞ്ഞിട്ടങ്ങ് പോവുകയാണ്. പക്ഷെ അതൊരു ഗംഭീര തീമാണ്. ഈ സിനിമയെ ഗൈഡ് ചെയ്യുന്ന ഒരു തീം എന്ന് പറഞ്ഞാൽ ജോർജ് കുട്ടിക്ക് മാത്രമൊന്നുമല്ല കുടുംബം. IG പ്രഭാകരൻ ആ സ്ത്രീ എന്താ കുടുംബത്തിലെ അമ്മയല്ലേ, ആ സ്ത്രീയുടെ മകനല്ലേ മരിച്ചല്ല, അവനെ കൊല്ലയല്ലേ ചെയ്ത്. അപ്പൊ അവർക്കൊരു കുടുംബമുണ്ട്, ഈ സഹദേവനൊരു കുടുംബമുണ്ട്, മറ്റേ കഥാപാത്രത്തിന്റെ കുടുംബമുണ്ട്. അവരുടെ എല്ലാം കുടുംബം ഈ ജോർജ് കുട്ടിയുടെ കുടുംബത്തിലുണ്ടായ സംഭവം നിമിത്തം തകർന്നു പോയ കുടുംബങ്ങളാണ്. അപ്പൊ ഈ സിനിമയുടെ ലെവല് മാറിയതുണ്ട്. അപ്പോൾ വെറും ഒരു ത്രില്ലർ ഉണ്ടാക്കുകയല്ല ജിത്തു ജോസഫ് ചെയ്യുന്നത്.
ഒരു നിലവാരമുള്ള സിനിമ, അത് ആ കഥ ചെന്ന് സ്പർശിക്കുന്ന എല്ലാ ആശയലോകങ്ങളെയും ആവിഷ്കരിച്ചുകൊണ്ട് ഗംഭീരമായി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു സിനിമ. 3 സിനിമകളാണ് ദൃശ്യം 1, 2, 3. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ദൃശ്യം 2 ആണ്. 3 വരുമ്പോൾ എല്ലാം ഒന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് സ്വല്പം ക്രൗഡ് വന്നിട്ടുണ്ട്. എങ്കിലും ആ സിനിമയുടെ നിലവാരത്തെ ഒന്നും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇതിലെ ഏറ്റവും ഗംഭീരമായ അംശം, അതിപ്പോൾ ഞാൻ പറയുമ്പോൾ അതങ്ങ് ക്ലീഷയാവും, എങ്കിലും പറയാതിരിക്കാൻ നിർവ്വഹമില്ല, മോഹൻലാൽ എന്ന നടൻ തന്നെയാണ്. ജോർജ് കുട്ടിയുടെ സൂക്ഷ്മ ലോകം. നമുക്ക് പണ്ടേ അറിയാം മോഹൻലാലിന്റെ അഭിനയത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത മോഹൻലാൽ അഭിനയിക്കാതിരിക്കലാണ്. ആ അഭിനയിക്കാതിരിക്കലിന്റെ മാക്സിമമാണ് ദൃശ്യം 3. അതിന്റെ അപ്പുറം പോകാൻ സാധിക്കില്ല ഒരു നടന്. അത്ര സൂക്ഷ്മമായ, അത്ര സട്ടലായ, അത്ര നുവാൻസ്ഡായ ഭയത്തിന്റെ ഒരു ലോകം അയാൾ എന്ത് മനോഹരമായിട്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഞാനിപ്പോ എന്നെ തന്നെ ഭയപ്പെടുന്നു എന്നാണ് അയാൾ ഒരു സ്ഥലത്ത് പറയുന്നത്. ജോർജ് കുട്ടിക്ക് ഇപ്പോൾ ആരോ പിന്തുടരുന്നു, അത് ജോർജ് കുട്ടി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഈ ക്ലൈമാക്സിൽ സംഭവിച്ച ആ സംഭവം, അത് ഞാൻ പിന്നെ സ്പോയിലർ ആവുന്നതുകൊണ്ട് പറയുന്നില്ല, അത് സംഭവിക്കുന്നത്. അപ്പോൾ മോഹൻലാൽ ഈ കഥാപാത്രത്തെ ആവിഷ്കരിക്കാൻ ഉപയോഗിച്ച അഭിനയ പ്രതിഭ നാളെ ഒരു പക്ഷേ ഈ സാധാരണ ഈ ത്രില്ലർ സിനിമകളിൽ അഭിനയിക്കുന്ന നടനൊന്നും മികച്ച അഭിനയത്തിനുള്ള അവാർഡ് കിട്ടില്ല. എന്നാൽ ത്രില്ലറിനെ ഞാൻ പറഞ്ഞ ഈ അക്കാഡമിക് സദസ്സ് ഒന്ന് താഴ്ത്തി കെട്ടിയാണ് കാണുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ അല്ല, തീർച്ചയായും ജോർജ് കുട്ടിയുടെ പ്രകടനം, മോഹൻലാലിന്റെ പ്രകടനം അക്കാഡമിക്കായിട്ട് സ്വീകരിക്കപ്പെടാതെ പോകാം. എങ്കിലും അതൊന്നും ഇങ്ങനെ പറഞ്ഞ് രേഖപ്പെടുത്താതിരിക്കുന്നത് തികച്ചും തെറ്റാണ്.